ഹായ്. നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തമിഴ്നാട്ടിലെ കോളേജിനെ പറ്റിയിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു. ഒരു പ്രോ വീഡിയോ എന്നുള്ള വെറുതെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് INC എങ്ങനെ നോക്കാം, TNC എങ്ങനെ നോക്കാം എന്നുള്ള ഒരു വീഡിയോ. ബട്ട് ആ വീഡിയോ അത്യാവശ്യം നന്നായിട്ട് റീച്ച് ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആളുകൾ ആ വീഡിയോ ഒന്ന് വിളിക്കുന്നുണ്ട്. സോ ഐ തോട്ട് ഓഫ് മീനിങ് സംതിങ് അതിനെ വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ നോക്കാൻ ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, തമിഴ്നാട്ടിൽ ഇത്തവണ BSc നഴ്സിംഗിനും അലൈഡ് കോഴ്സിനും എൻട്രൻസ് ഉണ്ടോ എന്നുള്ളത്. ഇല്ല, എൻട്രൻസ് ഇല്ല തമിഴ്നാട്ടിൽ. പ്ലസ് ടു മാർക്കിനെ ബേസ് ചെയ്തായിരിക്കും അഡ്മിഷൻ. INC, TNC, എഞ്ചിനീയർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ, പിന്നെ DME അപ്രൂവൽ ഇതൊക്കെ നോക്കാൻ സംശയം നിങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. വളരെ സിമ്പിളാണ്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് നോക്കാൻ പാടാണ്, മെനക്കെട്ടാണ്, സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമ്മളത് വെരിഫൈ ചെയ്ത് മീൻസ് അത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏതൊക്കെ നിങ്ങൾ പറയുന്ന ക്യാമ്പസ് എല്ലാ അപ്രൂവൽ ഉള്ളതാണോ ഇല്ലെന്നുള്ളത് ക്രോസ് വെരിഫൈ ചെയ്ത് നമ്മൾ പറഞ്ഞു തരാം. അടുത്ത ഒരു കേസ് ഫീസ് നിങ്ങൾ മാക്സിമം ഫുൾ പാക്കേജ് ആണ് ഇൻഷുർ ചെയ്യുക. നമുക്കിപ്പോൾ ഒരു ബ്ലാങ്ക് ഫീസ് വന്നിട്ട് 7 lakhs ഫുൾ തീരെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് ചോദിക്കുക. അത് ട്യൂഷൻ ഫീസ് ഉണ്ടാവുമോ, ഹോസ്റ്റൽ ഫീസ് ഉണ്ടാവുമോ, മെസ് ഫീസ് ഉണ്ടാവും, രജിസ്ട്രേഷൻ ഫീസ്, പോക്കറ്റ് ആർട്ടിക്കിൾ, ക്ലിനിക്കൽ ഫീസ്, ട്രാൻസ്പോർട്ടേഷൻ ഫീസ് അതുണ്ടെങ്കിൽ ഇതെല്ലാം ഇൻക്ലൂസീവ് ആണോ ചെക്ക് ചെയ്യുക. നമുക്കൊരു ഫീസ് വന്നു, ചെറിയ ഫീസാണ്, കാണുമ്പോൾ ചടിപ്പ് കയറി കഴിഞ്ഞാൽ കയറിയതിനു ശേഷമായിരിക്കും നമുക്ക് പല പല ഫീസസും അതിനകത്തിട്ട് ആഡപ്പ് ആയിട്ട് വരുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അടുത്ത പാക്കേജിനേക്കാളൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. സോ ഫീസ് നോക്കുമ്പോൾ എപ്പോഴും ടോട്ടൽ പാക്കേജ് കറക്റ്റ് ഇൻഷുർ ചെയ്യുക. മെയിനായിട്ടും ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ്, ബുക്സ്, യൂണിഫോം, ക്ലിനിക്കൽ ഫീ, ട്രാൻസ്പോർട്ടേഷൻ ഫീ, പോക്കറ്റ് ആർട്ടിക്കിൾ, ഷൂസ്, അങ്ങനെയുള്ള പെർട്ടിക്കുലേഴ്സ് എല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക. പിന്നെ ഡൊണേഷൻ ഉണ്ടെങ്കിൽ അതും കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നോർമലി നമ്മൾ പറയുന്ന പോലെ തന്നെ അപ്രൂവൽസ്, അഫിലിയേഷൻസ് 3 അപ്രൂവൽസ്. നഴ്സിംഗ് ആണെങ്കിൽ BSc നഴ്സിംഗ് ആണെങ്കിൽ 3 അപ്രൂവൽസ്, അഫിലിയേഷൻസ് ആ മൊത്തത്തിൽ വരുന്നത്. INC നഴ്സിംഗ് കൗൺസിൽ, TNC തമിഴ്നാട് നഴ്സിംഗ് കൗൺസിൽ, പിന്നെ യൂണിവേഴ്സിറ്റി ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇത് പ്രോപ്പറായിട്ട് നോക്കുക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ 2025-26 വരെയുള്ള അപ്ഡേഷൻസ് വന്നിട്ടുള്ളൂ. INC ആണെങ്കിലും യൂണിവേഴ്സിറ്റി ആണെങ്കിലും. സോ അത് നോക്കുക. അതിനകത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജ് ഉണ്ടോ എന്ന് നോക്കുക. സീറ്റ് ഇൻടേക്ക് കറക്റ്റ് ആണോ നോക്കുക. അപ്പോൾ ചില കോളേജസ് നോക്കുമ്പോഴേക്കും യൂണിവേഴ്സിറ്റിയിൽ ഒരു കൗണ്ട് ഉണ്ടാവും, INCയിൽ വേറെ കൗണ്ട് ഉണ്ടാവും, TNCയിൽ വേറെ കൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതിലൊരു മിസ് മാച്ച് ഫീൽ ചെയ്യും. സോ അങ്ങനെയുള്ള കോളേജ് ഒഴിവാക്കി മാക്സിമം എല്ലാം സെയിം ആയിട്ടുള്ള കോളേജ് നോക്കുകയാണെങ്കിൽ ഫർദർ ഒരു കോംപ്ലിക്കേഷൻസ് നമുക്ക് ഉണ്ടാകും.